നിങ്ങൾ നിങ്ങളുടെ ഡെയിലി വർക്കിൽ ക്ലൗഡ് ചാറ്റ് അല്ലെങ്കിൽ ചാറ്റ് GPT യൂസ് ചെയ്യുന്ന ആളാണ്. ക്ലൗഡ് കോവർക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ അത് എന്താണെന്നും എങ്ങനെ യൂസ് ചെയ്യാമെന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സ്റ്റേറ്റിലാണെങ്കിൽ ഈ വീഡിയോ എക്സാക്ട്ലി നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ക്ലൗഡ് കോവർക്കിനെ കുറിച്ച് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട 4 കോർ ഫംഗ്ഷനാലിറ്റീസ് കവർ ചെയ്യും. ഈ വീഡിയോ ഫുൾ ആയി കാണുകയാണെങ്കിൽ ക്ലൗഡ് കോവർക്ക് എന്താണെന്ന് കംപ്ലീറ്റ്ലി ടോപ്പ് ഡൗൺ ആയിക്കൊണ്ട് മനസ്സിലാക്കാം. പ്ലസ് നിങ്ങളുടെ ഡേ ടു ഡേ വർക്ക് ഫ്ലോയിൽ എങ്ങനെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാമെന്നും പഠിക്കാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് പോയിന്റ് നമ്പർ 1, ക്ലൗഡ് ചാറ്റ് വേഴ്സസ് ക്ലൗഡ് കോവർക്ക് ഡിഫറൻസസ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ക്ലൗഡ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ. അപ്പോൾ ക്ലൗഡിൻ്റെ ഒരു പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രീ സബ്സ്ക്രിപ്ഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ചാറ്റ് ഫീച്ചർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിങ്ങൾ കാണുന്ന ചാറ്റ്, കോവർക്ക്, കോഡ് എന്നുള്ള ഈ 3 ടാബുകളാണ് നമ്മൾ ഈ ഫീച്ചേഴ്സ് നമ്മൾ സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ക്ലൗഡ് ചാറ്റും ക്ലൗഡ് കോവർക്കും നമ്മൾ ഡിഫറൻസ് ആണ്. ഫണ്ടമെന്റലി 2 ഡിഫറൻസസ് ആണുള്ളത്. ക്ലൗഡ് ചാറ്റിൽ നമ്മുടെ ഫയൽസ് നമ്മൾ ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്ത ശേഷം നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യും, അതായത് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കും. അതിനുശേഷം ഇത് പ്രോസസ്സ് ചെയ്ത ശേഷം നമുക്കൊരു ഔട്ട്പുട്ട് ഫയൽ തരും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ക്ലൗഡ് ചാറ്റിൽ ഏകദേശം 20 ഫയൽസ് മാത്രമേ നമുക്ക് അറ്റ് എ ടൈം അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു ഫയലിന് ഏകദേശം 31 MB സൈസ് മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ലാർജ് ഡാറ്റ സെറ്റ് വെച്ച് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ക്ലൗഡ് ചാറ്റിൽ അത്ര പോസിബിൾ അല്ല. അതേസമയം കോവർക്കിലേക്ക് വരികയാണെങ്കിൽ കോവർക്ക് നമ്മളൊരു ലോക്കൽ ഫോൾഡറിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഫയൽസ് വേണമെങ്കിൽ ആ ഫോൾഡറിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. കോവർക്ക് 1 by 1 ആയിക്കൊണ്ട് ആ ഫയൽ അപ്ലോഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് വരുന്നതാണ്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്ലൗഡ് ചാറ്റ് നമുക്ക് എപ്പോഴും ഒരു ഔട്ട്പുട്ട് ഫയൽ നമുക്ക് ഡൗൺലോഡബിൾ ആയിട്ട് തരികയാണ് ചെയ്യുക. നമ്മളത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോൾഡറിലേക്കോ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് പോലെ നമ്മൾ യൂസ് ചെയ്യണം. എൻ്റെ ഈ സ്ക്രീനിൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ 5 ഫയൽസ് അപ്ലോഡ് ചെയ്തു. ഇതിൽ നിന്നും കുറച്ച് ഡാറ്റ കളക്ട് ചെയ്ത് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ക്ലൗഡ് എനിക്ക് ഇങ്ങനെ ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ട് ഡൗൺലോഡബിൾ ഫോർമാറ്റിൽ തന്നു. ഞാൻ ഈ റിപ്പോർട്ടിനെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യണം. ഇനി ഇതേ ഒരു യൂസ് കേസ് നമ്മൾ കോവർക്കിലേക്ക് പോകുകയാണെങ്കിൽ കോവർക്ക് ആക്ച്വലി നമ്മുടെ ലോക്കൽ ഫോൾഡറിൽ നമുക്ക് വേണ്ടി ആ ഫയൽ ക്രിയേറ്റ് ചെയ്യും. ലെറ്റ്സ് സേ നമുക്ക് ഒന്നിൽ കൂടുതൽ ഫയൽസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലോക്കൽ ഫോൾഡറിൽ അത്രയും ഫയൽസ് കോവർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയും. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമ്പർ ഓഫ് അപ്ലോഡ്സ്, അതുപോലെ ഫയൽ സൈസിന്റെ റെസ്ട്രിക്ഷൻ. 2 ഫയൽസ് ലോക്കലി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് പ്രൈമറി ഡിഫറൻസസ്. ഇനി നമുക്ക് പോയിന്റ് നമ്പർ 2, ലോക്കൽ ഫയൽ ആക്സസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ക്ലൗഡ് കോവർക്ക് നമ്മുടെ ലോക്കൽ ഫയൽസിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അതിൽ നിന്നും ഡാറ്റ എടുത്ത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് അവിടെ തന്നെ ഫയൽസ് ക്രിയേറ്റ് ചെയ്തിരുന്നു പറഞ്ഞു. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു ലോക്കൽ ഫോൾഡറിൽ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഫോൾഡറിൽ ഏകദേശം 40 റെസീപ്റ്റ്സ് ഉണ്ട്. ഈ 40 റെസീപ്റ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു ഫോൾഡറിലേക്ക് ക്ലൗഡിന് ആക്സസ് കൊടുത്ത ശേഷം ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറയുകയാണ്. ഞാൻ ഇവിടെ ചെയ്തത് ക്ലൗഡ് കോവർക്ക് ടാബിലേക്ക് വന്ന ശേഷം ന്യൂ ടാസ്ക് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ ഫോൾഡർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എൻ്റെ ഫോൾഡർ ഞാൻ സെലക്ട് ചെയ്യാണ് ചെയ്തത്. ഞാൻ ഈ കോവർക്ക് പ്ലേഗ്രൗണ്ട് എന്ന ഫോൾഡറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എനിക്ക് എന്താണോ ചെയ്യേണ്ടത് ആ പ്രോംപ്റ്റ് ഞാൻ കൊടുത്തു. ആ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് എങ്ങനെയാണ്, അതായത് ഈ ഒരു റെസിപ്റ്റ്സ് എന്ന ഫോൾഡറിൽ ഏകദേശം 40 റെസിപ്റ്റ്സ് ഉണ്ട്. അതിൽ നിന്നും ഡേറ്റ്, വെണ്ടർ, എമൗണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ എന്നീ ഡാറ്റയെല്ലാം കളക്ട് ചെയ്ത ശേഷം ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം. എന്തെങ്കിലും ഡാറ്റ ക്ലിയർ അല്ലെങ്കിൽ ബ്ലറി ആണെങ്കിൽ അത് വെരിഫൈ എന്ന് പറഞ്ഞുകൊണ്ട് ലാബിൽ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം കോവർക്കിന് ആ ഫോൾഡറിലേക്ക് ആക്സസ് കിട്ടി. അതിനുശേഷം ഈ റെസിപ്റ്റ്സ് നോക്കിയ ശേഷം അതിൽ നിന്ന് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തു. അതുപോലെ തന്നെ ആ ഒരു ഡാറ്റ നമ്മുടെ ആ ഫോൾഡറിൽ തന്നെ അത് ജനറേറ്റ് ചെയ്ത് തന്നു. ആ ജനറേറ്റ് ചെയ്ത ഡാറ്റയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ജനറേറ്റ് ചെയ്ത ആ ഒരു എക്സൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ റിപ്പോർട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കലിൽ ആ ഒരു 40 റെസിപ്റ്റ്സ് സ്കാൻ ചെയ്ത ശേഷം അതിൽ നിന്നും ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ചില റോസിൽ ഇത് വെരിഫൈ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഡ്യൂപ്ലിക്കേറ്റ്സ് അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്തൊരു ടപ്പിളായിരിക്കും അത്. പിന്നെ ഈ കോവർക്കിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ഒരു 3 കാര്യങ്ങൾ എന്താണെന്ന് പറയാം. ഇവിടെ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കോവർക്ക് നമ്മൾ കൊടുക്കുന്ന ടാസ്കിനെ സബ് ടാസ്കുകളാക്കി എഴുതി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് കോവർക്ക് നമ്മളൊരു ബിഗ് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സബ് ടാസ്കുകളാക്കി അത് എഴുതിയ ശേഷം ഓരോ ടാസ്ക് 1 by 1 ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുക. അതാണ് ഇവിടെ റൈറ്റ് സൈഡിൽ പ്രോഗ്രസ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നത്. ഓരോ ടാസ്ക് കഴിയുമ്പോഴും അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ടിക്ക് ചെയ്തായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ തൊട്ടടിയിലുള്ള ഈ കോവർക്ക് പ്ലേഗ്രൗണ്ട് എന്നുള്ളത് നമ്മൾ കൊടുത്ത ആ ഒരു ഫോൾഡറാണ്. ആ ഫോൾഡറിലുള്ള ഫയൽസും ആ ഫോൾഡറിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു റെസിപ്റ്റ്സിൻ്റെ ഫോൾഡറാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ അതിൻ്റെ തൊട്ടടിയിൽ നമ്മൾ എന്തെങ്കിലും സ്കിൽസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിവിടെ കോൺടാക്ട്സ് എന്ന ടാബിൽ കാണിക്കും. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഡെയിലി വർക്ക് ഫ്ലോയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഓട്ടോമേഷൻസ് കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾ ഒരുപാട് എക്സൽസും ഫയൽസും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ നിങ്ങളുടെ ഒരു പ്രോസസ് ഫ്ലോ ഓപ്റ്റിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓട്ടോമേഷൻസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്.
നമ്മൾ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം ലോഞ്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ പോയിന്റ് നമ്പർ 3 കണക്ടേഴ്സ്. കോർക്കിൽ നമ്മുടെ ലോക്കൽ ഫയൽസ് അല്ലാതെ നമ്മുടെ തേർഡ് പാർട്ടി സർവീസിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാനും അതിലേക്ക് നമുക്ക് ഡാറ്റ പുഷ് ചെയ്യാനും സാധിക്കും. അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റിയാണ് കണക്ടേഴ്സ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു റിപ്പോർട്ട്, അതായത് 40 റെസിപ്റ്റ്സ് സ്കാൻ ചെയ്തു അതിൻ്റെ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തു. അത് നമ്മുടെ ലോക്കൽ ഫയലിൽ ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കണക്ടേഴ്സ് യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം നമ്മുടെ ഗൂഗിൾ ഡ്രൈവായിട്ട് കണക്ട് ചെയ്ത ശേഷം നമുക്ക് കോവർക്കിനോട് പറയാം ഇത് എൻ്റെ ഗൂഗിൾ ഡ്രൈവിലെ ഇന്ന ഫോൾഡറിലേക്ക് കൊണ്ടുപോയി ഇടണം എന്ന് പറയാം. അപ്പോൾ കോവർക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യും, അത് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ URL തരും. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഇവിടെ നോക്കാം. നേരത്തെ ചെയ്ത അതൊരു എക്സാമ്പിളാണ്. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ റെസിപ്റ്റ്സിന് പകരം ബിൽസ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിലേക്ക് ഏകദേശം 100 റെസിപ്റ്റ്സ് ഇട്ടു. അതിനുശേഷം ഈ ഡാറ്റകൾ ഡേറ്റ്, വെണ്ടർ, എമൗണ്ട് എന്നീ ഫീൽഡുകളെല്ലാം എക്സ്ട്രാക്ട് ചെയ്ത ശേഷം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. അതിനുശേഷം ഈ ഒരു റിപ്പോർട്ട് എൻ്റെ ഗൂഗിൾ ഡ്രൈവിലെ ക്ലോഡ് എന്ന ഫോൾഡറിലേക്ക് കൊണ്ടുപോയി ഇടണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ എൻ്റെ ഗൂഗിൾ ഡ്രൈവിലേക്കായിരിക്കണം ഈ ഒരു ഫയൽ അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് കൊണ്ടുപോയി ഇടേണ്ടത്. അപ്പം ഈ കോവർക്ക് ചെയ്ത സ്റ്റെപ്സാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് എങ്ങനെ ഒരു കണക്ടറായിട്ട് കണക്ട് ചെയ്യാൻ നോക്കാം. കണക്ടേഴ്സ് യൂസ് ചെയ്യൽ സിമ്പിളാണ്. ഒന്നുകിൽ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു കസ്റ്റമൈസ് എന്ന ടാബിലേക്ക് പോകാം, അതല്ലെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം കണക്ടേഴ്സിലേക്ക് പോകാം. ഞാനിവിടെ ഈ ലെഫ്റ്റ് സൈഡിലെ കസ്റ്റമൈസ് എന്ന ടാബിലേക്ക് പോവാണ്. ഈ കസ്റ്റമൈസിലേക്ക് വന്ന ശേഷം ഇവിടെ കണക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള കണക്ടേഴ്സ് ഇവിടെ മുകളിൽ കാണിക്കും. നമുക്ക് പുതിയ കണക്ടേഴ്സ് കണക്ട് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ബ്രൗസ് കണക്ടേഴ്സ് എന്ന ഈ ഒരു ടാബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കണക്ടേഴ്സ് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫിഗ്മ കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഉടൻ തന്നെ നമ്മുടെ ഒതൻറ്റിക്കേഷനിലേക്ക് പോവുകയും നമ്മൾ ഓതറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫിഗ്മ ആയിട്ട് നമ്മുടെ ഫിഗ്മ അക്കൗണ്ട് ആയിട്ട് ഇത് കണക്ട് ചെയ്യും. അപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പം ജിമെയിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഗൂഗിൾ ഡ്രൈവ് കണക്റ്റഡ് ആണ്. ഞാൻ വേറെ ഏതെങ്കിലും ഒരു സർവീസിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജിമെയിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ലാക്കിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഒതൻറ്റിക്കേഷനിലേക്ക് പോകും. അവിടെ നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യുക, അത് ഓതറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ജിമെയിൽ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആവും. അപ്പോൾ നമ്മൾ ഈ ഒരു യൂസ് കേസിന് ഗൂഗിൾ ഡ്രൈവ് മാത്രം മതി. അതുകൊണ്ട് ഞാൻ ഗൂഗിൾ ഡ്രൈവ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് കിട്ടിയ ഒരു റെസ്പോൺസ് നോക്കാം. അപ്പോൾ നേരത്തെ അതേപോലെ തന്നെ നമ്മുടെ ഫയൽസ് എല്ലാം സ്കാൻ ചെയ്ത് അതിൽ നിന്ന് ഫീൽഡൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തു. അതിനുശേഷം ഗൂഗിൾ ഡ്രൈവ് ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്തു. ഇവിടെ നോക്കണം നമുക്ക് കാണാൻ പറ്റും ഗൂഗിൾ ഡ്രൈവ് ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്ത് നമ്മുടെ ഡ്രൈവിൽ ആ ഫോൾഡർ ആദ്യം കണ്ടുപിടിച്ചു. ക്ലൗഡ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് പറഞ്ഞത്. ആ ഫോൾഡറിലേക്ക് നമ്മുടെ ഈ ഒരു ഡോക്യുമെൻറ്റ് കൊണ്ടുപോയിട്ട ശേഷം ആ ഡോക്യുമെൻ്റ് URL നമുക്ക് തന്നു. ഈ URL ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡോക്യുമെൻറ്റ് കിട്ടും. നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഒന്ന് പോയി നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രൈവിലെ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ. ഇവിടെ ഒരു എക്സ്പെൻസ് റിപ്പോർട്ട് എന്ന രീതിയിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നേരത്തെ പോലെ തന്നെ ജനറേറ്റ് ചെയ്ത ആ ഒരു റിപ്പോർട്ട്, നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള റിപ്പോർട്ട്. അപ്പം ഇത് ഏകദേശം 100 ഫയൽസ് ഉണ്ട്. നേരത്തെ നമ്മൾ 40 ഫയൽസാണ് ചെയ്തത്, ഇത് ഏകദേശം 100 ഫയൽസ് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് റിപ്പോർട്ട് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്തത്. ഇതൊരു ഓവർ സിംപ്ലിഫൈഡ് എക്സാമ്പിളാണ്. ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത് ജസ്റ്റ് വൺ ഓഫ് ദ കണക്ടേഴ്സ് ആണ്. ഒരുപാട് കണക്ടേഴ്സ് അവൈലബിൾ ആണ്. നോഷൻ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരുവിധം പോപ്പുലർ ആയിട്ടുള്ള എല്ലാ തേർഡ് പാർട്ടി സർവീസസിലേക്കും കണക്ടേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഓതറൈസേഷൻ ചെയ്ത് കണക്ട് ചെയ്യാം. അതിൽ നിന്ന് ഡാറ്റ പുള്ള് ചെയ്യാം. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് ഡാറ്റ പുഷ് ചെയ്യുകയും ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രോസസ്സ് ചെയ്ത ശേഷം അത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പോയിന്റ് നമ്പർ 4 ഷെഡ്യൂൾഡ് ടാസ്ക്. ഷെഡ്യൂൾഡ് ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഇൻ ടൈമിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ടാസ്കുകൾ ഉപയോഗിക്കാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞാൻ എല്ലാ ദിവസവും രാവിലെ എനിക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പോപ്പുലർ ആയിട്ടുള്ള സൈറ്റ്സിൽ നിന്നെല്ലാം സ്ക്രേപ്പ് ചെയ്ത് എനിക്ക് തരണം എന്നുള്ള ഒരു ഷെഡ്യൂൾഡ് ടാസ്ക് പ്ലാൻ ചെയ്യണം. അങ്ങനത്തെ ഒരു ടാസ്ക് ക്രിയേറ്റ് ചെയ്താണ് സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു, ഐ വോണ്ട് എ ബ്രീഫ് ഓഫ് ലേറ്റസ്റ്റ് റീസെൻറ്റ് അപ്ഡേറ്റ്സ്. എനിക്ക് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഈ ഒരു അപ്ഡേറ്റ് ഷെഡ്യൂൾഡ് ടാസ്ക് ആയിക്കൊണ്ട് റൺ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ താഴെ കാണാം ഒരു ഷെഡ്യൂൾഡ് ടാസ്ക് ക്രിയേറ്റ് ചെയ്തു. ഈ ഷെഡ്യൂൾഡ് ടാസ്കിൻ്റെ ഇൻസ്ട്രക്ഷൻ എല്ലാം അത് ക്ലോഡ് തന്നെ ഒറ്റയ്ക്കായിട്ട് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ഫയൽസിൽ പോയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് ക്രിയേറ്റ് ചെയ്തു. ഇത് നമുക്ക് കസ്റ്റം വെബ്സൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാൻ ജനറിക് ആയിട്ടൊരു സംഭവമാണ് കൊടുത്തത്. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഇതിനെ നെക്സ്റ്റ് റൺ ഇവിടെ കാണിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇത് റണ്ണാവും. അത് ആക്റ്റീവാണ്. ഇതിപ്പം ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് റണ്ണാവ് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ റണ്ണാവും, നമുക്ക് അതിൻ്റെ റെസ്പോൺസ് കിട്ടും. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ റൺ ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ ഇത് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് എടുക്കാൻ പറ്റും. ഒരുപാട് ഷെഡ്യൂൾ ടാസ്കുകൾ ഉണ്ടെങ്കിൽ എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഷെഡ്യൂൾ ടാബിൽ എനിക്കിപ്പോൾ ഒറ്റ ടാബേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. ഇനി ഈ ഒരു ഇത് സിമ്പിളായിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഷെഡ്യൂൾ ടാസ്ക് അല്ലാതെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ റൺ ചെയ്ത് നോക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഷെഡ്യൂൾ ടാസ്ക് ഒരു എക്സാമ്പിൾ റൺ ചെയ്ത് നമുക്കൊരു റിസൾട്ട് തന്നിരിക്കുകയാണ്. ഇതാണ് ഒരു ഡെയിലി AI ബ്രീഫ് എന്ന് പറഞ്ഞൊരു റിസൾട്ട് ഇവിടെ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്ലോഡ് ചാറ്റും ക്ലോഡ് കോർക്കും തമ്മിലുള്ള ഫണ്ടമെൻ്റൽ ഡിഫറൻസസ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കോർ പോയിന്റ്സ്. ഇതല്ലാതെ ഒരു ബീറ്റ ഫീച്ചർ ഞാൻ ഇപ്പോൾ പറയാം. നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസ്പാച്ച് എന്ന് പറഞ്ഞൊരു ടാബ് കാണാൻ പറ്റും. ഇതൊരു ബീറ്റ എഴുതിയിട്ടുണ്ടാവും. ഇത് അവിടെ ഒരു പുതിയ ഫീച്ചറാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാപ്ടോപ്പ് അവൈക്ക് ആണെങ്കിൽ, അതായത് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ക്ലോഡ് ഓൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ക്ലോഡ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഫോണിലുള്ള ക്ലോഡിൽ നമുക്ക് ഡിസ്പാച്ച് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ടാസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാസ്ക് നമ്മുടെ ലാപ്ടോപ്പിൽ അത്
ചെയ്തു തരും. അതായത് ലെറ്റ്സ് സേ നമ്മൾ പുറത്താണെന്ന് കരുതുക, നമ്മുടെ വീട്ടിൽ നമ്മുടെ ലാപ്ടോപ്പ് ഓൺ ആണ്, അതുപോലെ തന്നെ അതിൽ ക്ലോഡ് ഓൺ ആയിട്ടുണ്ട്, നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പുറത്താണെങ്കിൽ നമുക്ക് ലെറ്റ്സ് സേ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ടാസ്ക് ഇതുപോലത്തെ ടാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ഡിസ്പാച്ച് ഓപ്പൺ ചെയ്ത ശേഷം നമുക്കൊരു ടാസ്ക് പറഞ്ഞാൽ മതി, നമ്മുടെ ലാപ്ടോപ്പിൽ അത് ഓട്ടോമാറ്റിക്കലി ചെയ്തു തരും. ആക്ച്വലി ഒരു റിമോട്ട് കണക്ഷൻ പോലെ നമുക്ക് എന്തെങ്കിലും ടാസ്കുകൾ നേരെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് ചെയ്യണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഫോണിൽ നിന്ന് ഇന്ന ടാസ്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള ലാപ്ടോപ്പിൽ ആ ഒരു ടാസ്ക് നമുക്ക് ചെയ്തു തരും. ഇതവരുടെ ഒരു ബീറ്റ ഫീച്ചറാണ്, ഇത് റീസെൻ്റ്ലി റിലീസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ ഒരു ഫീച്ചറും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതല്ലാതെ പ്രോജക്ട്സ്, ആർട്ടിഫാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ക്ലൗഡ് ചാറ്റിൽ ഓൾറെഡി ഉള്ളതാണ്, അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാൻ അത് കവർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സി യു.